കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവിടുത്തെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വേറൊരു മതവും പറയാത്തൊരു കാര്യം. അതാണ് പുതിയ നിയമം. അതുകൊണ്ടാണ് അതിനെ പുതിയ നിയമം എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നാത്തത്, അതാണ് പുതിയ നിയമം. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. നമ്മൾ നീതിമാന്മാരാകാൻ വേണ്ടി അവൻ പാപികളോടുകൂടെ എണ്ണപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ, അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നു. തലവേദനയാകട്ടെ, എത്ര വലിയ രോഗമാകട്ടെ, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. ശരീരത്തിന് മാത്രമല്ല, മനസ്സിന്, ആത്മാവിന് യേശുവിനാൽ സൗഖ്യം. യേശുവിങ്കിലുള്ള വിശ്വാസത്താൽ നമ്മളെ നീതിമാന്മാരായി സ്വർഗം എണ്ണുന്നു. ഹല്ലേലൂയ! എത്ര വലിയ ഭാഗ്യമാണ്! ഈ ഭാഗ്യം തിരിച്ചറിയണമെങ്കിൽ റോമാലേഖനം 1 നോക്കിയാൽ മതി. പാപത്തിൻ്റെ ചേറ്റിൽ കിടക്കുന്ന ജാതികളായ മനുഷ്യർ. 2-ാം അധ്യായം പ്രമാണം ലഭിച്ച യഹൂദൻ, അവനും പാപി. 3-ാം അധ്യായം വരുമ്പോൾ പരിശുദ്ധാത്മാവ് കൺക്ലൂഡ് ചെയ്യുകയാണ്. സങ്കീർത്തനങ്ങളിലെ വചനങ്ങളാണ് 3-ാം അധ്യായം 10-ാം വാക്യം തൊട്ട് പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായിത്തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഇതാരോടാ പറയുന്നത്? സൂര്യൻ്റെ വെളിച്ചമേൽക്കുന്ന സകല മനുഷ്യനോടും. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ, അവരുടെ ഉള്ളിലെ മനസാക്ഷി എന്ന് പറയുന്ന ന്യായപ്രമാണം, അവരുടെ ഉള്ളിലെ മനസാക്ഷി എന്ന പ്രമാണം, അതിന് കണക്ക് കൊടുക്കണം. ന്യായപ്രമാണം ലഭിച്ച യഹൂദൻ, അവനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, അവനും പാപി തന്നെ. കാരണം ദൈവം വിവക്ഷിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന നീതിയിലേക്ക് പ്രവേശിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുന്നില്ല. അപ്പോൾ നീതിമാനല്ലേ? ആദാം തൊട്ട് ക്രിസ്തു വരെ അനേക നീതിമാന്മാരില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവരുടെ നീതി പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം മനുഷ്യത്വം ഉണ്ടെന്നേ. സ്നേഹത്തിൻ്റെ വർത്താനത്തിൽ, സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ അവരുടെ മാനുഷികതയുണ്ട്. അവരുടെ ജഡസ്വഭാവങ്ങൾ വെളിപ്പെട്ടു നന്മ ചെയ്യുന്നതിൽ. അവരുടെ പ്രാകൃത സ്വഭാവങ്ങൾ, അവരുടെ ടാലൻസ്, മാനുഷികമായതെല്ലാം വന്നു. അങ്ങനെ വന്നപ്പോൾ എത്ര നീതി പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാനല്ല. അതുകൊണ്ട് പറഞ്ഞു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ആരെങ്കിലും വാദിക്കുകയാണ്, ഇല്ല ഞങ്ങൾ നീതിമാന്മാരാണ്. ഓക്കെ, ദൈവ തേജസ് ഉണ്ടോ? നിങ്ങൾക്ക് ദൈവ തേജസ് ഉണ്ടോ? ഇല്ല, ഇല്ലെങ്കിൽ പാപിയാണ്. അതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ദൈവ തേജസ് കിട്ടുമോ? കിട്ടും. എങ്ങനെ? ഫ്രീ ആയിട്ട് കിട്ടും. യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള കഴുകലിനാൽ നീതിമാനാകാം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം. നിങ്ങളുടെ ദ്രവ്യം കൊണ്ട് മേടിക്കാൻ പറ്റിയതാണോ ഇത്? അല്ല. ദൈവത്തിൻ്റെ ദാനം പൈസ കൊടുത്ത് മേടിക്കാൻ ആഗ്രഹിച്ച ഒരാളോട് പത്രോസ് പറയാണ്, നിൻ്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ദൈവത്തിൻ്റെ ദാനം നീ പണം കൊണ്ട് മേടിക്കാമെന്ന് വിചാരിച്ചോ? അത് പേര് തന്നെ ദാനം, പരിശുദ്ധാത്മദാനം, ദാനമായിട്ട് തരുന്നതാണ്. അപ്പോൾ 1-ാം അധ്യായം കൊണ്ടും 2-ാം അധ്യായം കൊണ്ടും നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? മനുഷ്യന് മനസ്സിലായി ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. പ്രമാണം വന്നപ്പോൾ പാപം പെരുകി എന്ന് പറയുന്നു. പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. എങ്ങനെ? മനുഷ്യന് മനസ്സിലായി ഇത്ര വലിയ ദൈവത്തിൻ്റെ നീതി ചെയ്യുവാൻ ഞാൻ അയോഗ്യൻ, എനിക്ക് അവൻ്റെ സഹായം വേണം. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കാം. 25-ാം വാക്യം,
വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഏത് മനുഷ്യനും, ജാതി മതമൊക്കെ നമ്മളാ പറയുന്നത്, ദൈവത്തിന് അങ്ങനെ വല്ലതുണ്ടോ? ഏത് മനുഷ്യനും, ആദാമിൽ നിന്ന് വന്നവരാ മുഴുവനും, ഏതു മനുഷ്യനും നീതിമാനാകാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അത് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമായിട്ട് തോന്നുമോ? പ്രായോഗിക ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്. ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വെച്ചാൽ പടിപടിയായിട്ട് വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാം. എന്താണ് അതിന് തടസ്സം? തടസ്സം നമ്മുടെ അകത്ത് കിടക്കുന്ന നിയമം തന്നെയാണ്, ലോയാണ്. പിന്നെ നമ്മുടെ സ്വയമാണ്. പിന്നെ നമ്മുടെ ജഡ സ്വഭാവങ്ങളാണ്. ജഡ മനസ്സെന്ന് പറയുന്നൊരു സാധനം നമ്മുടെ അകത്തുണ്ട്. അതാണ് വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടസ്സം. ഈ പറഞ്ഞ കാര്യങ്ങളെ ശത്രുവായ സാത്താൻ ഉപയോഗിക്കും. അങ്ങനെ നമുക്ക് ആ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പ്രയാസം വരുന്നു. എങ്കിലും പരിശുദ്ധാത്മാവ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും വലിയ ആഴം കടലിൻ്റെ ആഴമാണോ? അത് ആത്മാവിൻ്റെ ആഴമല്ലേ? മനുഷ്യ മനസ്സിൻ്റെ ആഴമല്ലേ? അവിടെ ഇരുട്ട് കയറി, അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സമയം ദൈവം വെച്ചിട്ടില്ലേ? ആ സമയത്ത് ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയിട്ട് എങ്ങും എത്തിയില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ വന്നില്ല എന്ന് നമുക്ക് ഭാരപ്പെടുന്നെങ്കിൽ, ശുശ്രൂഷ, ആത്മീയം, കുടുംബജീവിതം, സഭാജീവിതം, സാമൂഹ്യ ജീവിതം, കൃപാവരങ്ങൾ, ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. തക്ക സമയത്ത് വചനം വെളിപ്പെടും. ജോസഫിനെ കുറിച്ച് പറയുന്നത്, അവർ അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കാലുകളും കൈകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, ജോസഫിനെ അടിമയായിട്ട് കൊണ്ടുപോയി. അപ്പോൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് പോത്തിഫറിനെ വിറ്റതിന് ശേഷം ഫിസിക്കലി പിന്നെ ബന്ധനമൊന്നുമില്ല, അവനോട് സ്വതന്ത്രനായിരുന്നു. പക്ഷെ ആത്മമണ്ഡലത്തിൽ ചില കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്, യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുമ്പോൾ മാത്രമേ ആ കെട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം നിവൃത്തിയാകും, അരുളപ്പാട് വരും. ആ അരുളപ്പാടിനാൽ നമ്മൾ ശോധന ചെയ്യപ്പെടും, കെട്ടെല്ലാം പൊട്ടും, വാഗ്ദത്തം പ്രാപിക്കും. പദവികളുണ്ട് മുന്നിൽ, ശുശ്രൂഷകളുണ്ട്. വിശന്നിരിക്കുന്നവർക്ക് കാലിച്ചാക്കുമായി വരുന്നവർക്ക് നിറച്ചു കൊടുക്കാൻ നിൻ്റെ കയ്യിൽ ദൈവം തരാൻ പോകുന്നു. നിൻ്റെ അപ്പനും നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും നീ അയക്കുന്ന രഥം കാണാൻ പോകുന്നു. യെസ്, പിതാക്കന്മാർ നീ അയച്ച രഥം കണ്ടിട്ട് ചൈതന്യം പ്രാപിക്കാൻ പോകുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തുണ നൽകട്ടെ, പിന്നോട്ടല്ല മുന്നോട്ട് തന്നെ പോകുവാൻ ശക്തി നൽകട്ടെ. ആമേൻ.